ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കഴിഞ്ഞ ദിവസത്തിൽ നമ്മളൊരു നെക്ലേസ് ചെയ്തിരുന്നു. ആ നെക്ലേസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 2 ടൈപ്പിൽ കാണിക്കുന്നുണ്ട്. 2 തരത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റിയെടുക്കുന്നുണ്ട്. അതായത് നമുക്ക് അഡീഷണലായിട്ട് കുട്ടികൾക്കൊക്കെ ബീഡ്സ് വർക്കിൻ്റെ സമയത്ത് മത്സരവേദിയിൽ കൂടുതൽ ലെയറായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കൂടുതൽ വലുപ്പത്തിലൊക്കെ ചെയ്യണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഒന്ന് കണ്ടു നോക്കുക എല്ലാവരും ഒന്ന്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ലോക്കറ്റിന് ഇവിടെ ഉപയോഗിച്ചത് മഴത്തുള്ളി ബീഡാണ്. അതുപോലെ തന്നെ നമ്മൾ ഹെയർ ബാൻഡിൻ്റെ എൻഡിലൊക്കെ വെക്കുന്ന ആ എൻഡ് ബീഡാണ് സംഭവം. ഇത് അതിൻ്റെ ചെറുതാണ്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നൈലോണിൻ്റെ ത്രെഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ത്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് എൻഡ് ഭാഗത്ത് കെട്ടി കൊടുക്കണം. അതിനുശേഷം ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയൊരു ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനെ ഒഴിവാക്കിയിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്ത് അടുത്ത ബീഡിലേക്ക് കോർക്കുക. നമ്മൾ കാണുന്ന ഓരോ ഗ്യാപ്പിലും ഇതുപോലെ ഇങ്ങനെ ആ മഴത്തുള്ളി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കോർത്ത് കൊടുത്താൽ മതി. അത്രേ പണിയുള്ളൂ. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. തിരിച്ച് കോർക്കുന്ന സമയത്ത് ആ അവസാനം ഇട്ട ബീഡിനെ ഒഴിവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിലൂടെ കോർക്കരുത്. ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ. ഇത് ത്രെഡിൽ ചെയ്യുമ്പോഴായിരിക്കും ഒന്നും കൂടി കാണാനൊന്ന് വൃത്തിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സാധാ നമ്മളെ കോട്ടൻ്റെ ത്രെഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് അത്ര ഫ്ലെക്സിബിളായിട്ട് ഇരിക്കൂല. ഇതൊന്ന് ഒതുങ്ങിയിരുന്നോളും. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ കോർത്തെടുത്താൽ മതി. സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. നമ്മൾ ലോക്കറ്റിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അപ്പുറത്തേക്ക് എടുക്കുക. മറുവശത്ത് എടുത്തിട്ട് ആ നീല ബീഡിൻ്റെ അപ്പുറത്താണ് കോർക്കേണ്ടത് നമുക്ക്. ഇനി ആദ്യം കോർത്തെടുത്ത പോലെ തന്നെ സെയിം രീതിയിൽ തന്നെ അങ്ങനെ കോർത്തെടുക്കുക. പ്രയാസമൊന്നുമില്ല. ഓരോ ഗ്യാപ്പിലും ഇങ്ങനെ ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ ലോക്കറ്റിൻ്റെ തൊട്ടടുത്ത് കോർക്കാത്തത് ഒരു അഭംഗി ഉണ്ടായിരുന്നു. അത് കോർത്ത് നോക്കിയപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കോർക്കാതിരുന്നത്. ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗിയെന്ന് തോന്നി. ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ജസ്റ്റ് കോർത്തെടുക്കുക. ഇത്രേ പണിയുള്ളൂ. നമ്മൾ ഫുള്ള് ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങളത് ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ കോർത്ത് അവസാനം ആദ്യം നമ്മൾ കെട്ടിയിട്ട പോലെ തന്നെ അവസാനത്തിലൊന്ന് ഗോൾഡൻ ബീഡിൻ്റെ അടുത്തെത്തുമ്പോൾ ഒന്ന് കെട്ടിക്കൊടുക്കുക. ബാലൻസ് ഭാഗം കട്ട് ചെയ്യുക. പിന്നെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് കരിയിച്ച് കളയും. ഒന്നുകൂടി സ്ട്രോങ് ആയി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കരിയിച്ച് കളയും. ഇത്ര പണിയുള്ളൂ. നല്ല ഭംഗിയാണ് കാണാനിത്. ഇത് ഒന്നും കൂടി വലുതായി തോന്നിയിട്ടുണ്ട്. ഒരു ഹെവി വർക്ക് പോലെ തന്നെ തോന്നുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് പല നിറത്തിലുള്ള ബീഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് വേറൊരു രീതിയാണ്. ഇത് ഞാൻ നൂല് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് നൂല് ഉപയോഗിച്ചേ ചെയ്യാൻ പറ്റുകയുള്ളൂ. മറ്റേ രീതിക്ക് ചെയ്താൽ അത് നല്ല രീതിയിൽ നിൽക്കൂല, മറ്റേ നൈലോൺ ത്രെഡ് ഉപയോഗിച്ചാൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ബീഡിൻ്റെ തൊട്ടടുത്ത് തന്നെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളിലൂടെ ഇങ്ങനെ ജസ്റ്റ് കോർത്തെടുക്കുക. ഒരു ബീഡിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ കോർക്കേണ്ടത്. ഫസ്റ്റ് ഒരു ബീഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മുമ്പ് കണ്ടൊരു ആ മഴത്തുള്ളി ഇട്ട ആ ഒരു ഗ്യാപ്പിൽ തന്നെയാണ് ഇടുന്നത്. ഒരു ബ്ലൂ ബീഡാണ് ഇട്ടിട്ടുള്ളത്. തൊട്ടടുത്ത് നമ്മൾ വന്നത് ബ്ലൂ കളറ് ബീഡാണ്. അതുകൊണ്ട് ആ ബീഡും പിന്നെ ഒരു ഗോൾഡൻ ബീഡും. പിന്നെ കോർക്കുമ്പോൾ ആ ഗോൾഡൻ ബീഡിനെ ഒഴിവാക്കിയതിന് ശേഷം മറ്റേ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. സെയിം മെത്തേഡ് തന്നെയാണ്. ബീഡ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ബീഡ്സിലുള്ള ചേഞ്ചസ് ആണ് ഈ കാണുന്ന വ്യത്യാസങ്ങളൊക്കെ നമ്മൾ വരുത്തുന്നത്. നമ്മൾ ബീഡ്സിൻ്റെ സൈസും കളറൊക്കെ മാറ്റിയെടുക്കുന്നതിനനുസരിച്ച് നമ്മളെ മാലയുടെ ഷേപ്സും ഭംഗിയൊക്കെ കൂടാനും വ്യത്യാസപ്പെടുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഏതാ ഭംഗി തോന്നുന്ന ആ രീതിയിൽ നിങ്ങൾ പല ബീഡ്സ് കൊണ്ടൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യണം.
അതാണ് മത്സരത്തിനൊക്കെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നല്ല ബീഡ്സ്, നല്ല ഷൈനിങ് ഉള്ള ബീഡ്സ്, പേൾ ബീഡാണ് ഏറ്റവും നല്ലത്. പിന്നെ ആ ടൈമിൽ തന്നെ 3 മണിക്കൂർ നമുക്ക് സമയം കിട്ടും. ആ ടൈമിൽ തന്നെ നിങ്ങളത് ചെയ്തെടുക്കാൻ നോക്കുക. നമ്മൾ ഓപ്പോസിറ്റേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ലോക്കറ്റിൻ്റെ ഇപ്പുറത്തേക്ക് ആയി ഇതുപോലെ തന്നെ ചെയ്യേണ്ടത്. മുമ്പ് ചെയ്ത അതേ രീതിക്ക് തന്നെ ഈ ഭാഗത്തും ഇത് ഫില്ല് ചെയ്യാം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. താഴെ തറയിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റുക. ഇത് ഞാൻ പൊക്കി കാണിക്കുന്ന എത്രയും വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊക്കി കാണിക്കുന്നത്. നമ്മൾ നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഡെസ്കിലോ എവിടെയെങ്കിലുമൊക്കെ ടേബിളിലൊക്കെ വെച്ച് ചെയ്യുമ്പോഴാണ് സ്പീഡൊക്കെ കിട്ടുക. പിന്നെ എൻ്റെ ഭാഗം ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കുക. ഇനി അവിടെ ജസ്റ്റ് ഒന്ന് കെട്ടിടാൻ മാത്രമേ ഉള്ളൂ. 2 or 3 കെട്ടിട്ടിട്ട് അതൊന്ന് വെട്ടിക്കളയുക, അത്രേ പണിയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ബീഡ്സിൻ്റെ കളറും സൈസും ഒക്കെ നിങ്ങൾക്ക് മാറ്റാം, നിങ്ങളെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.